വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോവാണ്. അപ്പോൾ നമ്മൾ കൊട്ടിയത്തെത്തി വീട്ടിലോട്ട് പോകാം. കൊട്ടിയത്തൊക്കെ അല്ല പോകണം, പള്ളിമുക്കിൽ. ഞങ്ങൾ പള്ളിമുക്കിലാട്ടോ പോകുന്നത്. ധന്യ സൂപ്പർ മാർക്കറ്റിൽ പോവാണ് സാധനം വാങ്ങിക്കാനായിട്ട്. ഭയങ്കര ബ്ലോക്ക് കണ്ടു ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. കട്ടിയായിട്ട് എടുത്താൽ മതി, തിരിച്ചെടുത്തെടുക്കണം. ഗൈസ് ഈ കാണുന്നത് ഇത് കണ്ടോ, എന്താ ഒരു ബ്ലോക്ക്. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഈ റോഡ് പണി നടക്കണോണ്ട് ഭയങ്കര ബ്ലോക്കാട്ടോ. ചെറിയ റോഡാണ്. ഇതാണ് നമ്മുടെ ടാറ്റ മോട്ടോഴ്സിന്റെ കാർ ഷോപ്പ്. ഞങ്ങൾ പെട്ടിരിക്കുക. അപ്പൊ അമ്മ എടുത്ത് വെയിലാണെന്നും പറഞ്ഞ് തുണിയെല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ നല്ല മഴക്കാറുണ്ട്. അമ്മ നല്ല ടെൻഷനിലാണ്. എന്തായാലും മഴ പെയ്യുമെന്ന് നമുക്ക് നോക്കാം. മഴ പെയ്ത തുണിയെന്ന് വേണം. അപ്പൊ ഞങ്ങൾ സാധനം എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ എൻ്റെ ഈ ബാസ്ക്കറ്റ് ഒക്കെ തന്ന് ഞാൻ പിടിക്കുക. അമ്മ അപ്പൊ അതിൻ്റെ അത് വാങ്ങിച്ചെടുത്ത്. അപ്പൊ അമ്മ എന്ന് വിളിച്ച് ഒരു ബക്കറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ആ അമ്മ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ സാധനമൊക്കെ പെറുക്കി എടുക്കുവാണ്. അമ്മ അവിടെ സാധനം പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരേ സാധനങ്ങൾ ഞാൻ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പെറുക്കുമ്പോൾ അച്ഛൻ പെറുക്കിയെന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഓടി വരുവാണ്. അങ്ങനെ ഞാൻ കുറേ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പം അമ്മ സങ്കടത്തിലിരിക്കുകയാണ്. അമ്മ മഴയിൽ ഉണക്കാനിട്ട് തുണിയെല്ലാം നനഞ്ഞുകൊണ്ട് സങ്കടത്തിലിരിക്കുകയാണ്. അപ്പം നമുക്ക് വട്ടുപിടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ചു വരുവാ കേട്ടോ. വന്ന വഴി നമുക്ക് നമ്മൾ തട്ടാമലയിൽ നിന്നും ചെറിയ റോഡിലോട്ട് കയറിയാൽ നമ്മൾ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഉമേലൂർ വഴി കറങ്ങി വരേണ്ട സാഹചര്യമാണ് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട്. അപ്പോൾ നമുക്കിതേ ഒരു വണ്ടി വന്ന സമയത്ത് നമുക്കൊരു ബ്ലോക്ക് കിട്ടി കേട്ടോ. ഈ ചെറിയ റോഡായതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് ഓടിച്ചു പോകാൻ പറ്റത്തില്ല. ഇച്ചിരി പയ്യനൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ ബ്ലോക്ക് ആവും. അത്യാവശ്യം 2 വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒതുക്കി ആ വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര പാടാണ് അതിലേക്കൂടി വരാനൊക്കെ. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരുവാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന വഴി ഭയങ്കര മഴയായിരുന്നു. മഴയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചൊക്കെ വരുവാണ് ഞങ്ങൾ. ഇപ്പം ഓരോരോ വഴി വളവ്, അവിടെ ഭയങ്കര വളവും തിരിവുള്ളൊരു വഴിയാണ്. അവിടെ വരുമ്പോഴൊക്കെ പല വണ്ടികളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത വണ്ടി വന്നപ്പോഴും നമ്മൾ റിവേഴ്സ് ക്യാമറ ഒക്കെ ഓണാക്കി റിവേഴ്സൊക്കെ എടുത്ത് മാറ്റി കൊടുത്ത ശേഷമാണ് കേട്ടോ ആ വണ്ടി പോയത്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ചേട്ടനായിരുന്നു പോയത്, എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് വന്നപ്പോൾ അടുത്തൊരു വണ്ടി വരും, പെട്ടിയോട്ടോ കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് പോകാൻ പറ്റി. അതിന് വല്ല സ്ഥലം വേണ്ടായിരുന്നെങ്കിലും നമ്മൾ ഒതുക്കി കൊടുത്ത് അതും പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് അങ്ങനെ ആ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്താനായിട്ട് സാധിക്കത്തില്ല. ഇച്ചിരി ബ്ലോക്കും പണിയൊക്കെ കിട്ടും. അല്ല കുറച്ച് വളവും തിരിവേ ഉള്ളൂ, ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു, കാശെല്ലാം കയ്യിൽ നിന്ന് പോയപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് വരുവാണ്. സമാധാനമായി. ഇനി പിന്നെ എന്തുവാ, മഴയത്ത് തിന്നണ്ടിരുന്നാൽ മതി ഗായ്സ്. പൊന്നൂസൊരു മിഠായി വാങ്ങിച്ചു എത്തി. അപ്പം നല്ല മഴയാണ്. അമ്മയുടെ തുണിയൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തി. ഗായ്സ് ഞങ്ങൾക്ക് സമ്മാന കൂപ്പൺ കിട്ടി ഗായ്സ്. അടിക്കുറിയും ദൈവം തമ്പുരാൻ മാത്രം.